നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വീണ വിജയന്റെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം. എക്സാലോജിക്കും കരിമണൽ കമ്പനിയുമായുള്ള ബന്ധം പരിശോധിക്കും. 4 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ കമ്പനികാര്യ മന്ത്രാലയ നിർദ്ദേശം. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഇ പി ജയരാജൻ. സിപിഎം ബിജെപി ധാരണയെന്ന് വി ഡി സതീശൻ. കേന്ദ്രത്തിനെതിരെ യോജിച്ച പ്രതിഷേധത്തിന് സർക്കാർ നീക്കം. പ്രതിപക്ഷ നേതാക്കളുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. കൂടിക്കാഴ്ച മറ്റന്നാൾ രാവിലെ 10-ന്. നേതൃത്വത്തിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ. കെ സുധാകരന് പരിചയക്കുറവെന്ന വിമർശനം. KPCC പ്രസിഡന്റാകാൻ യോഗ്യതയും ആഗ്രഹവുമുണ്ട്. കാസർഗോഡ് തന്നെ മത്സരിക്കും. ജോസ് കെ മാണിയെ തിരികെ കൊണ്ടുവരണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി DGP. പ്രാണപ്രതിഷ്ഠയ്ക്കായി അയോധ്യ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. സമഗ്ര കവറേജുമായി ന്യൂസ് 18 കേരളം. സുരക്ഷ അതീവ ഗൗരവതരമായി തന്നെ കാണുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന് അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനം ക്യാമറകൾക്കോ അല്ലെങ്കിൽ വാച്ചുകൾ ധരിച്ചോ. മതവിശ്വാസം വ്യക്തിപരമായ കാര്യമെന്ന് പ്രകാശ് രാജ്. വാർത്തയിലേക്ക് വിശദമായി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര അന്വേഷണം. കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മാസപ്പടി വിവാദത്തിലെ കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം. എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കും. 3-അംഗ അന്വേഷണ സംഘം 4 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യാലയ മന്ത്രാലയമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനി, അതോടൊപ്പം തന്നെ കരിമണൽ കമ്പനിയായ CMRL, KSIDC എന്നിവരുടെ പ്രവർത്തനം സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 4 മാസത്തിനകം ഇത് സംബന്ധിയായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. 3-അംഗ ഉദ്യോഗസ്ഥ സംഘമാണ് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തേണ്ടത്. 3 കമ്പനികളുടെയും ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിന് CMRL നിന്ന് പണം കൈപ്പറ്റിയതായിട്ട് ഇത് സംബന്ധിയായ വാർത്തകൾ വന്നിരുന്നു. ചെയ്യാത്ത സേവനത്തിനാണ് തുക നൽകിയത് എന്നാണ് പിന്നീട് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്ത് വന്നത്. ഈ കാര്യങ്ങളിൽ വിശദീകരണം ഉണ്ടായെങ്കിലും പക്ഷേ അത് ഈ വിവാദങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിൽ മതിയായ ഒരു വിശദീകരണമായിരുന്നില്ല. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി അടക്കം വിവരങ്ങൾ തേടിയിരുന്നു. ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നത് വീണ വിജയനും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം UDFന്റെ നേതാക്കൾ എന്നിവർക്കെല്ലാം ഉൾപ്പെടെ തന്നെ വിശദീകരണം നൽകാൻ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ കമ്പനിയുടെ ആദായ നികുതി സെറ്റിൽമെൻറ്റ് വിഭാഗത്തിൽ നൽകിയ വിശദീകരണം, പിന്നീട് അവർ നൽകിയ ഉത്തരവ്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്ന ഈ അന്വേഷണം പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിവാദങ്ങൾ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെയും വലിയ വിവാദങ്ങൾ ഇത് സംബന്ധിച്ച് ഉയർന്നിരുന്നു. അപ്പോഴൊന്നും കൃത്യമായ രീതിയിലുള്ളൊരു വിശദീകരണം നൽകാൻ കാര്യങ്ങളിൽ കഴിഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രിയോ വീണ വിജയൻ കാര്യങ്ങളിൽ കാര്യമാത്ര പ്രതികരണങ്ങളൊന്നും തന്നെയും ഉണ്ടായിരുന്നില്ല. CPM നേതൃത്വമായിരുന്നു ഇതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നിരുന്നത്. അപ്പോഴും വലിയ രീതിയിൽ ഈ പണം വാങ്ങിയോ ഇല്ലയോ എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ വിശദീകരണത്തിലേക്ക് പോകുവാനും കഴിഞ്ഞിരുന്നില്ല. എന്തായാലും പുതിയ ഉത്തരവ് വീണ്ടും ഇത് സംബന്ധിച്ച രാഷ്ട്രീയ ചർച്ചകൾ ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിപ്പോർട്ടാണ് കണ്ടത്. എക്സാലോജിക്കിനെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്ന് LDF കൺവീനർ ഇ പി ജയരാജൻ. കേന്ദ്ര ഗവൺമെന്റ് ഏജൻസികളെ രാഷ്ട്രീയ താൽപര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. KSIDC അന്വേഷണ പരിധിയിൽ പെട്ടതിനെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. മാസപ്പടി വിഷയത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്ത ശേഷമാണ് കാര്യങ്ങൾ വേഗത്തിലായതെന്ന് ഷോൺ ജോർജ്. തന്റെ ഫോൺ വരെ ചോർത്തി. കേസ് നൽകിയതിന് പിന്നിൽ രാഷ്ട്രീയമില്ല. കേരളത്തിലെ പ്രളയത്തെ പോലും മുഖ്യമന്ത്രി വിറ്റ് കാശാക്കിയെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. ഡിസംബർ മാസം 13-ാം തീയതിയാണ് ഞാൻ ഇത് സംബന്ധിച്ച് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് സമർപ്പിച്ചു. 13-ാം തീയതി റിട്ട് സമർപ്പിച്ചതിന് ശേഷം വളരെ സ്പീഡായിരുന്ന കാര്യങ്ങൾ എനിക്ക് 21-ാം തീയതി തന്നെ CMRLനും KSIDCക്കും
ഇത് സംബന്ധിച്ച് സമഗ്രമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഷോക്കോസ് നോട്ടീസ് ROC കൈമാറി. ഇന്ന് ഈ ഓർഡർ ഇറങ്ങിയ ഈ പെറ്റീഷൻ കൊടുത്തിട്ടുള്ള ഷോൺ ജോർജിന് ഇപ്പോൾ കേരളത്തിലെ 3 മുന്നണികളുമായി യാതൊരു ബന്ധവും ഈ നിമിഷം വരെയില്ല. നാളെ എനിക്ക് രാഷ്ട്രീയം ഉണ്ടാകാം. കേരളത്തിൽ 2018 പ്രളയത്തെ പോലും മുഖ്യമന്ത്രി വിറ്റ് കാശാക്കി. അതാണ് ഈ അഴിമതിയുടെ ചുക്കാൻ പിടിച്ചത്. കേരളത്തില് 135 കോടി രൂപ കൈക്കൂലി കൊടുത്താലേ ഞാനിപ്പോ ഞാൻ CM-മാറിനോട് എനിക്ക് സഹതാപമുള്ളൂ. കാരണം കേരളത്തിൽ ഒരു കമ്പനി ലാഭകരമായി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ 135 കോടി രൂപ വരെ കൈക്കൂലി കൊടുക്കേണ്ട ഗതികേടാണ് കേരളത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് CM-മാറിനോട് ഇപ്പൊ സഹതാപമാണ്. വീണ വിജയന്റെ കമ്പനിക്കെതിരായ കേന്ദ്ര സർക്കാർ അന്വേഷണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യം മനസ്സിലാക്കാനുള്ള പ്രബുദ്ധത ജനങ്ങൾക്കുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിപക്ഷവുമായി ചർച്ച നടത്താൻ സർക്കാർ. മുഖ്യമന്ത്രിയാണ് ചർച്ച നടത്തുക. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയും തെറ്റായ സമീപനങ്ങളും ചർച്ച ചെയ്യും. ഈ മാസം 15-നാണ് ചർച്ച. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായാണ് ചർച്ച നടത്തുക. KPCC പ്രസിഡന്റ് K സുധാകരന് പരിചയക്കുറവുണ്ടെന്ന K മുരളീധരന്റെ അഭിപ്രായത്തോട് യോജിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് പ്രധാന ഘടകമാണ്. നേതാവ് പടിപടിയായി ഉയർന്നു വരേണ്ടതാണ്. ഇന്ദിരാഗാന്ധി മരണപ്പെട്ട ശേഷം കോൺഗ്രസിൽ എത്തിയ ആളാണ് സുധാകരനെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അല്ലെ, രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്ത് ഒരു പ്രധാന ഘടകമാണ്. താഴെത്തട്ടിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോൾ അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടും. എല്ലാവർക്കും ആ അടിത്തറ വേണം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അല്ല, എല്ലാ രാഷ്ട്രീയത്തിലും പാരമ്പര്യം വലിയ ഘടകമാണ്. പാരമ്പര്യം അതാണല്ലോ യൂണിറ്റ് പ്രസിഡന്റ്, താലൂക്ക് പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സ്റ്റേറ്റ് സെക്രട്ടറി, സ്റ്റേറ്റ് പ്രസിഡന്റ്, പിന്നെ യൂത്ത് കോൺഗ്രസ്സിൽ വന്ന് യൂത്ത് കോൺഗ്രസ്സിൽ. അപ്പം പടിപടിയായി വളർന്നു വന്നെങ്കിൽ മാത്രമേ അനുഭവ സമ്പത്തുണ്ടാവും. അനുഭവം ഗുരു തദൈവ എന്നാണ്. അപ്പോൾ അനുഭവം ഒരു വലിയ സമ്പത്താണ്. അപ്പം ആ സമ്പത്തില്ലാത്തവർക്ക് അതിൻ്റെതായ പരിചയക്കുറവുണ്ടാകും. സ്വാഭാവികമാണ്. അതൊരു വ്യക്തിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സുധാകരൻ കോൺഗ്രസിൽ വന്ന എന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് രാഷ്ട്രീയത്തിൽ ഒന്നും ഒളിച്ചു വയ്ക്കാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ. നമ്മളെന്നാ രാഷ്ട്രീയത്തിൽ എൻട്രി, സുധാകരൻ എന്ന എൻട്രി, മനസ്സിലായോ? അദ്ദേഹം 1986-ലാണ് കോൺഗ്രസ് പൊളിറ്റിക്സിലേക്ക് വരുന്നത്. ഇന്ദിരാഗാന്ധി മരിച്ച് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്. KPCC പ്രസിഡന്റ് ആവാൻ തനിക്ക് യോഗ്യതയും ആഗ്രഹവും ഉണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. സംസ്ഥാന കോൺഗ്രസിൽ താൻ സീനിയർ നേതാവാണ്. പാർട്ടി അധ്യക്ഷനാവാൻ യോഗ്യത മാത്രമല്ല ഭാഗ്യവും വേണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. പഴയകാലത്ത് അണികൾ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പോൾ നേതാവ് സ്വയം നേതാവാകുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം KPCCയുടെ പ്രസിഡന്റ്, ഇന്ന് കേരളത്തിൽ 68 ഞാൻ വഹിച്ച ഓരോ സ്ഥാനങ്ങളും പറയാം. ഏറ്റവും സീനിയറാണ് ഞാൻ. പക്ഷെ എന്നെ KPCC പ്രസിഡന്റ് ആക്കണം, ഞാനാണ് അതിന് യോഗ്യൻ, അതൊന്നും ഞാൻ പറയില്ല. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ KPCC പ്രസിഡന്റ് ആകാൻ ആഗ്രഹമില്ലാത്ത ഏത് കോൺഗ്രസ് നേതാവാണ്? ഞാൻ 68-ൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഞാൻ ഈ പാർട്ടി കൊണ്ടുവന്ന എത്രയോ ആൾ കേരളത്തിൽ മന്ത്രിയായിട്ടുണ്ട്, MP ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു MP ആകാനുള്ള മഹാഭാഗ്യം കിട്ടിയത് ഇപ്പോഴാണ്. അപ്പോൾ യോഗ്യത മാത്രമല്ല മാനദണ്ഡം, ഭാഗ്യം ഒരു ഘടകമാണ്. എവറി ഡോഗ് ഹാസ് എ ഡേ ആൻഡ് ദേ വിൽ കം. വി വിൽ ഹാവ് ടു വെയിറ്റ്. എല്ലാവർക്കും ഒരു ദിവസമുണ്ട്. കാസർഗോഡ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തിരിച്ചടിയുണ്ടാകുമെന്ന സുനിൽ കനകോലിന്റെ റിപ്പോർട്ട് തള്ളി രാജ്മോഹൻ ഉണ്ണിത്താൻ. കാസർഗോഡ് തന്നെ വീണ്ടും മത്സരിക്കും. മത്സരത്തിൽ നിന്ന് പിന്മാറരുതെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചു. ഇടതു കോട്ടയായി അറിയപ്പെട്ടിരുന്ന കാസർഗോഡ് തനിക്ക് ഏറ്റവും അനുകൂല സാഹചര്യമാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് പ്രത്യേകം സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും കാസർഗോഡ് അടുത്തവണ മത്സരിക്കാതിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്, അവിടെ മത്സരിക്കണം എന്നുള്ളത് രാഹുൽ ഗാന്ധിയാണ് എന്നോട് പറഞ്ഞത്. കാസർഗോഡ് 2024-ൽ ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസിൻ്റെ ഉന്നത വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിൽ തിരികെ എത്തിക്കണം. ജോസ് വിഭാഗം UDF വിടുന്നത് ഒഴിവാക്കണമായിരുന്നു. ജോസ് വിഭാഗത്തെ തിരികെ എത്തിക്കുന്നതിന് കോൺഗ്രസിന് ആത്മാർത്ഥതയില്ലെന്ന ലീഗ് നേതാവ് PMA സലാമിന്റെ വിമർശനം അദ്ദേഹം തള്ളി.
ഈ PMA സലാമിൻ്റെ അഭിപ്രായം ഞാൻ ഒരിക്കലും ശരിയാണെന്ന് പറയില്ല. KM മാണിയുടെ പാർട്ടി നമ്മളിൽ നിന്ന് വിട്ടുപോയത് നമ്മൾ ഒരു അപ്രതീക്ഷിതമായ നടപടിയായിപ്പോയി. അവരൊരിക്കലും പോകാൻ പാടില്ലായിരുന്നു, അവരെ ഒരിക്കലും അയക്കാനും പാടില്ലായിരുന്നു. UDF സംവിധാനത്തിൽ KM മാണിയുടെ പാർട്ടി തിരിച്ചു വരേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് തിരിച്ചു വരാൻ കോൺഗ്രസ് എതിരാണെന്ന് പറയുന്നത് തെറ്റാണ്. കോൺഗ്രസിൽ ആർക്കും അതിനോട് അഭിപ്രായ വ്യത്യാസമില്ല. SKSSF നേതാവ് സത്താർ പന്തല്ലൂരിന്റെ കൈവെട്ട് പരാമർശം തള്ളി സമസ്ത മലപ്പുറം ജില്ലാ നേതൃത്വം. തീവ്ര സ്വഭാവത്തിൽ സംസാരിക്കുന്നത് സമസ്തയുടെ ശൈലിയല്ലെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി മൊയ്തീൻ ഫൈസി പുത്തനഴി. ഇത്തരത്തിൽ സമസ്ത നേതാക്കൾ പരാമർശം നടത്താറില്ല. തീവ്രവാദികൾക്കെതിരെ എന്നും നിലപാടെടുത്ത പ്രസ്ഥാനമാണ് സമസ്ത. സത്താർ പന്തല്ലൂരിന്റെ പരാമർശത്തെ സമസ്തയുടെ ഉന്നത നേതാക്കൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമെന്നും മൊയ്തീൻ ഫൈസി പറഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കോ ഒരു തീവ്രവാദ നിലപാടോ ശൈലിയോ ഇല്ല. നമ്മൾ തീവ്രവാദത്തിനെതിരെ തീവ്രവാദം തെറ്റും ശരിയും എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയ വിഭാഗമാണ്. NDF ഇവിടെ വന്ന കാലഘട്ടത്തിൽ അതുപോലെയുള്ള തീവ്രവാദ സംഘടനകളൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിലേക്കൊന്നും സമൂഹം ആകൃഷ്ടരാകാതിരിക്കാൻ വേണ്ടി പ്രതിരോധ നിര സൃഷ്ടിച്ചവരാണ് ഇവിടെ SKSFും SYSും. കൊല്ലം കരുനാഗപ്പള്ളിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേൽ കൊല്ലപ്പെട്ട കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. തേവലക്കര സ്വദേശി മുഹമ്മദ് ഷാ, കോയിവിള സ്വദേശി യൂസുഫ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. കേസിൽ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 4 മണിയോടെയാണ് സംഭവം. കരുനാഗപ്പള്ളി സ്വദേശിയായ യുവാവിന്റെയും കോയിവിള സ്വദേശിനിയായ യുവതിയുടെയും വിവാഹബന്ധം ഒഴിയുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. തർക്കം പരിഹരിക്കാനായി ശ്രമിക്കുന്നതിനിടയിൽ കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണലിന് മർദ്ദനമേൽക്കുകയായിരുന്നു. കൊല്ലം പാലോലിക്കുളങ്ങര മഹൽ സെക്രട്ടറി ഷമീറിനും സംഘർഷത്തിൽ പരിക്കേറ്റു. സലീമിനെ അസഭ്യം പറഞ്ഞ് നെഞ്ചിലിടിച്ചുവെന്നും ബൈക്കിൽ പോകാൻ ശ്രമിക്കുന്നതിനിടെ ചവിട്ടി വീഴ്ത്തിയെന്നുമാണ് FIR. മർദ്ദനത്തിൽ പരിക്കേറ്റ സലീമിനെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയായിരുന്നു. ബന്ധുക്കൾ കരുനാഗപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊലക്കുറ്റത്തിന് കേസെടുത്തത്. യുവതിയുടെ ബന്ധുക്കളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ന്യൂസ് 18 കൊട്ടാരക്കര. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ SP ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അയോധ്യ ഒരുങ്ങുന്നു. അയോധ്യയുടെ വഴികളിലെല്ലാം രാമഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നടന്നും സൈക്കിളിലും കിലോമീറ്ററുകൾ താണ്ടിയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ഭക്തർ ഇവിടെ എത്തും. 10 ദിവസം മുൻപ് പുറപ്പെട്ടു. കാൽനടയായും വാഹനത്തിലും യാത്ര. അയോധ്യയിലെത്തി തൊഴുത് 22-ന് മുൻപ് മടങ്ങും ഇവർ. कितना किलोमीटर तूने चल के आया है? हम करीबन अभी 1300 से 1350 किलोमीटर चल के आए हैं. बहुत लोग ऐसा आता है, बहुत स्टेट से. हाँ, और बहुत लोग आते हैं और ज्योत का दर्शन करते हैं और सभी ये रथ का भी स्वागत करते हैं. और हम भी कल अयोध्या पहुंच रहे हैं. हम पूरे देशवासियों को ये बोलना चाहते हैं कि 22 तारीख को जब रामलला मंदिर में विराजमान हो, सभी लोग अपने घर ज्योत जला के प्रभु श्री राम का स्वागत करें. ആശിഷ് വൈഷ്ണവും സഹോദരൻ രാജ് കത്തിയും
955 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. വരവ് ബീഹാറിലെ ചമ്പാറിൽ നിന്ന്. जो कि मेरी यात्रा 750 किलोमीटर की और मैं उसे पैदल तय करने की कोशिश कर रहा हूँ और आज मुझे 27 दिन हो चुके हैं चलते चलते। और राम जी का जो मैनेजमेंट है और जो प्यार लोगों का हमें मिल रहा है, मेरी औकात बिल्कुल नहीं है। राम जी ने मुझे इस कार्य के लिए चुना, मेरा जीवन सफल हो गया। लेकिन ये है कि भगवान ने बुलाया है, बुलावा दिया है, तो उसने शक्ति भी दी है, तो हम वहाँ तक पहुँच जाएं। और हमारी एक मंजिल अब रह गई है 100 किलोमीटर की, बाकी हम चलाए हैं। इस मंजिल को भी आज रात तक पार कर लिया जाएगा। कल सुबह या कल शाम तक हम अयोध्या के दर्शन करेंगे. അങ്ങനെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ രാമഭക്തരുടെ പ്രവാഹമാണ് അയോധ്യയിലേക്ക്. 22-ന് മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്തതിനാൽ അതിനു മുൻപ് തന്നെ എത്തി മടങ്ങുകയാണ് നിരവധി പേർ. നിരവധി ഭക്തജനങ്ങളാണ്, നിരവധി ആളുകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയോധ്യയിലേക്ക് വരുന്നത്. സൈക്കിളിലും കാൽനടയും മറ്റുമായി അയോധ്യ അങ്ങനെ ഭക്തജനങ്ങളുടെ ഒരു വലിയ സംഗമമാവുകയാണ്. പ്രതിഷ്ഠയ്ക്ക് മുൻപ് തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആചാരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ, അയോധ്യ. സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ്. രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക്. രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങളും. അയോധ്യ മുഴുവൻ ഭക്തിസാന്ദ്രമാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. രാമക്ഷേത്രങ്ങളിലൂടെ കടവല്ലൂർ ക്ഷേത്രം മധ്യകേരളത്തിലെ അതിപുരാതനമായ ശ്രീരാമക്ഷേത്രമാണ്. വാസ്തുവിദ്യാ സവിശേഷതകളാൽ നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തെ പ്രസിദ്ധമാക്കുന്നത് അന്യോനം എന്ന വേദപാണ്ഡ്യ മത്സരമാണ്. പാലക്കാട്, തൃശൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശത്ത് മനോഹരമായ കടവല്ലൂർ എന്ന ഗ്രാമം. ഇവിടെ ഏറെ പ്രത്യേകതകളുള്ള ഒരു ശ്രീരാമക്ഷേത്രം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 12-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്. ഏറെ പ്രത്യേകതകളുണ്ട് ഈ ക്ഷേത്രത്തിന്. വിവിധ ഭാവങ്ങളിലുള്ള ശ്രീരാമ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രത്യേകതകൾ ഒന്നാണ്. നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളിലേക്ക്, ഐതിഹ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. എന്നാൽ മഹാവിഷ്ണുവിന്റെ പ്രസിദ്ധമായ ദശാവതാരങ്ങളിൽ 7ാമത്തേതായ ശ്രീരാമനായാണ് പ്രതിഷ്ഠയെ കണ്ടുവരുന്നത്. കൂടാതെ ഉപദേവതകളായി ഗണപതി, ശിവൻ, ഹനുമാൻ, ധർമ്മശാസ്താവ്, അയ്യപ്പൻ, ഭഗവതി എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് പാണ്ഡവരിൽ 2ാമനായ ഭീമസേനന്റെ പുത്രൻ ഘടോൽക്കജനാണെന്നും പറയപ്പെടുന്നു. വാസ്തുസവിശേഷതകൾ, ദാരുശില്പങ്ങൾ ഒക്കെ പ്രത്യേകതകളാണ്. ഒരുപക്ഷെ ക്ഷേത്രക്കുളങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഒന്ന് കടലിലെത്തിയാൽ കാണാം. പ്രതിഷ്ഠയുടെ ഭാവങ്ങൾ ഇവിടുത്തെ രാമവിഗ്രഹത്തെ സവിശേഷമാക്കുന്നു. ഒന്നാമത് ഈ പ്രതിഷ്ഠ ഏതാണ്ട് 6 അടിയിൽ അധികമുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ പീഠവും പ്രതിഷ്ഠയും കൂടിയിട്ട് 6 അടിയിൽ അധികമുണ്ട്. അത് കാരണം തന്നെ ഒരു ഭക്തന് ഇതിന്റെ പുറത്ത് നിന്നാൽ പോലും, ഗോപുരത്തിന്റെ പുറത്ത് നിന്നാൽ പോലും അദ്ദേഹത്തിനെ കണ്ടു തൊഴാൻ പറ്റും. അതാണ് ആദ്യത്തെ ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ രാമക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും നമുക്ക് ഈ ക്ഷേത്രത്തിനകത്ത് പോയാൽ മാത്രമേ ബിംബത്തിനെ തൊഴാൻ സാധിക്കുള്ളൂ. ഇവിടെ പുറത്തുനിന്നും വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്നത് സന്ധ്യയ്ക്കാണ്. കാരണം അദ്ദേഹം ചക്രവർത്തി പദത്തിലിരിക്കുകയാണ്.
സന്ധിക്കുള്ള ഭാവമാണ്. ദീപാരാധന തുറന്ന ഭാവം എന്ന് പറഞ്ഞാൽ ചക്രവർത്തി ഭാവമാണ്. എന്ന് പറഞ്ഞാൽ വരുന്നവർക്ക് മുഴുവൻ അവർ ആവശ്യപ്പെട്ടത് കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. കേരളത്തിലെ വൈദിക സംസ്കാരത്തിന്റെ അവശേഷിപ്പായ കടവല്ലൂർ അന്യോന്യം ഈ ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണമാണ്. ഏകദേശം 400 വർഷം പഴക്കമുണ്ട് ഈ പരിപാടിക്ക്. തൃശൂർ, തിരുനാവായ, ബ്രഹ്മസ്വം മഠങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഈ പരിപാടി നടത്തുന്നത്. ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ സംസ്കൃതത്തിലൊരു വേദപരീക്ഷ എവിടെയും നടക്കുന്നില്ല. അത് കൃത്യമായി നടപ്പിക്കപ്പെടുകയാണ്. 1947 നിന്നുപോവുകയും 1989 ആരംഭിക്കുകയും ചെയ്തു. പുനരാരംഭിക്കുമ്പോഴും അതിലും ദേവസ്വം ബോർഡിന് പങ്കുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിന്റെ പങ്കെന്ന് പറഞ്ഞാൽ ഒരു ഓഫീസർ ഇവിടെ വരികയും ഇവിടെ നിലച്ചുപോയ ഇത്രയും വലിയ ഒരു സംസ്കൃതിയെക്കുറിച്ച്, ഒരു സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് വീണ്ടും ആവിഷ്കരിക്കുകയും ചെയ്യുക എന്നുള്ള കടമ ദേവസ്വം ബോർഡ് കടമയായിരുന്നു. നിർവഹിക്കപ്പെട്ടു. ഈ വർഷം തന്നെ വളരെ അതിമനോഹരമായിട്ടാണ് ഇവിടുത്തെ അന്യോന്യം നടന്നത്. അന്യോന്യ പരിഷത്ത് അതിന് വളരെ കഠിനാധ്വാനമാണ് ചെയ്തത്. പുരാവസ്തു വകുപ്പ് ക്ഷേത്രം സംരക്ഷിച്ചു വരുന്നു. ഗ്രാമീണ ഭംഗി തികഞ്ഞ കടവല്ലൂർ ഗ്രാമത്തിന് തിലകക്കുറിയായി നിലനിൽക്കുന്ന ഈ ശ്രീരാമക്ഷേത്രത്തെ പഴമയുടെ ഭംഗിയിൽ സംരക്ഷിച്ച് നിർത്താനുള്ള ശ്രമമാണ് ഭരണസമിതി നടത്തിവരുന്നത്. ധനേഷിനൊപ്പം രഞ്ജിത് രാമചന്ദ്രൻ, കടവല്ലൂർ. സുരക്ഷ ഉറപ്പാക്കാൻ ശബരിമലയിൽ 1000 പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി വിന്യസിച്ചുവെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്. തീർത്ഥാടകർ മടങ്ങുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മകരവിളക്ക് ദിവസം ഡ്രോൺ നിരീക്ഷണവും അടിയന്തര ഘട്ടങ്ങളിൽ ഹെലികോപ്റ്റർ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മകരവിളക്ക് ദർശനത്തിന് സൗകര്യമൊരുക്കാൻ വിവിധ വകുപ്പുകളുടെ യോഗവും സന്നിധാനത്ത് ചേർന്നു. കഴിഞ്ഞ വർഷത്തിൻ്റെ ഏകദേശം 900 ആൾക്കാർ, അതിൽ 4 SP-മാർ, 19 DYSP-മാർ, 15 ഇൻസ്പെക്ടർമാരടക്കം 1000 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടുതലായിട്ട് വിന്യസിക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഇവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഡ്രോൺ സംവിധാനം, പിന്നെ ഹെലികോപ്റ്റർ സർവൈലൻസും കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ CCTV ക്യാമറ സർവൈലൻസും കൂടാതെ നമ്മളെ BDDS യൂണിറ്റിൻ്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നതാണ്. മകരജ്യോതി ദർശനത്തിന് ശേഷം ഭക്തജനങ്ങൾ തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ, ഏതെങ്കിലും ഒരു അപകടം സംഭവിക്കാതെ എല്ലാവരും വളരെ സുഗമമായിട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു എക്സിറ്റ് പ്ലാനും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മകരവിളക്ക് ദർശനത്തിന് വേണ്ടിവരുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഏകോപിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇവിടെ എത്തിച്ചേരുകയും വൈകുന്നേരത്തിനുള്ളിൽ എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കുകയും ചെയ്യും. പമ്പ, നിലയ്ക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള അവലോകന യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. DGP ഇന്ന് ഉച്ചയോട് കൂടിയാണ് സന്നിധാനത്തെത്തിയത്. അദ്ദേഹം വിവിധ വ്യൂ പോയിന്റുകളെല്ലാം തന്നെ പരിശോധിച്ചു. അതുപോലെ ക്ഷേത്രത്തിലെത്തി മേൽശാന്തിമാരെ കണ്ടു, തന്ത്രിയെ കണ്ടു. അതിനുശേഷം ക്ഷേത്ര ദർശനം നടത്തിയാണ് അദ്ദേഹം മടങ്ങിയത്. ഇവിടെ അതിനു മുമ്പായി ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ, ദേവസ്വം ഓഫീസിൽ വെച്ച അവലോകന യോഗം ഉണ്ടായിരുന്നു. വിവിധ വകുപ്പുകളിലെ ആളുകൾ എല്ലാം തന്നെ, ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതിൽ പങ്കെടുത്തു. പോലീസിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിലുണ്ടായിരുന്നു. അവർ സ്ഥിതിഗതികൾ വിലയിരുത്തി സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി നടപടിക്രമങ്ങൾ അവലോകനം ചെയ്തു. അതിൻ്റെ ഭാഗമായി തിരിച്ച് ആളുകളെ മടങ്ങിപ്പോകുന്നതിന്, അതായത് മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന ആളുകളുടെ കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനുള്ളൊരു റിട്ടേൺ പ്ലാൻ, അവരുടെ പോക്കിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രകാരം ഘട്ടം ഘട്ടമായി ആയിരിക്കും ആളുകളെ സന്നിധാനത്ത് നിന്ന് പറഞ്ഞു വിടുക. അല്ലെങ്കിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രത്യേകിച്ചും 2 ലക്ഷം പേരാണ് ശബരിമല സന്നിധാനത്ത് പ്രതീക്ഷിക്കുന്നത്. അവർ ഇവിടെ തങ്ങുന്ന സാഹചര്യമുണ്ട്. അവർ മകരവിളക്ക് ദർശനം കഴിഞ്ഞ് ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരവിളക്ക് ദർശനത്തിന് ശേഷം അവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടാകും. ഒരേ സമയത്ത് അത്രയധികം ആളുകൾ മലയിറങ്ങുന്ന ഒരു സാഹചര്യം വന്നാൽ അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഇടയാക്കും. അത് ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്തത്. അതേസമയം
കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. 1000 പോലീസുകാരെ പ്രത്യേകിച്ചും വിവിധയിടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നു. നിലയ്ക്കലും പമ്പയിലും പുല്ലുമേട്ടിലും വണ്ടിപ്പെരിയാറിലും അടക്കം സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചർച്ചകൾ പുരോഗമിച്ചു. ഒപ്പം തന്നെ വിവിധ ജില്ലാ ഭരണകൂടങ്ങളുമായി ആശയവിനിമയം നടത്തി അവിടെ എല്ലാം സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പോട്ട് ബുക്കിംഗ് ഇല്ല എങ്കിലും അതുപോലെ വെർച്വൽ ക്യൂ ബുക്കിങ്ങിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തെങ്കിലും തീർത്ഥാടകരുടെ എണ്ണം കുറയില്ല, വലിയ തോതിൽ കുറയാൻ ഇടയില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നും ഇന്നലെയുമായി തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ സൗകര്യപ്രദമായ ദർശനം അവർക്ക് സാധ്യമായിട്ടുമുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളുമായി ആളുകളുടെ എണ്ണം കൂടിയാൽ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ചർച്ച ചെയ്യുകയും അക്കാര്യം അവലോകനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൃത്യമായ പദ്ധതിയോടുകൂടി ആളുകൾക്ക് മകരവിളക്ക് ദർശനം സുഗമമായി സാധ്യമാക്കുന്ന സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. എല്ലാവർക്കും ഭക്ഷണവും വെള്ളവും പ്രാഥമികമായ കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കുകയും മെഡിക്കൽ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന നടപടിക്രമങ്ങളെല്ലാം സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യ മേഖലയെ നവീകരിക്കുന്നതിനായി ലോകബാങ്കുമായി ചേർന്ന് 3000 കോടിയുടെ പദ്ധതിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ. 2100 കോടി രൂപ ലോകബാങ്ക് വായ്പയായും 900 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായും കണ്ടെത്തും. ചർച്ചകൾക്കായി ഈ മാസം 15-ന് ആരോഗ്യവകുപ്പ് അധികൃതർ യോഗം ചേരും. ആരോഗ്യരംഗത്തെ 5 മേഖലകളിലൂന്നിയാണ് പദ്ധതി. 5 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ ആലോചിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെയും ലോകബാങ്കിന്റെയും അനുമതി തത്വത്തിൽ ലഭിച്ചിട്ടുണ്ട്. വിശദമായ പദ്ധതി നിർദ്ദേശത്തിന് അന്തിമ അംഗീകാരം കൂടി ലഭിക്കേണ്ടതുണ്ട്. പകർച്ചവ്യാധികളില്ലാത്ത രോഗങ്ങൾക്കുള്ള ചികിത്സ, ഗവേഷണം, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ട്രോമ കെയർ സൗകര്യമൊരുക്കൽ, ഏകാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തൽ, ഡിജിറ്റൽ ഗവേണൻസ്, മാനവ വിഭവശേഷി, സപ്ലൈ ചെയിൻ സംവിധാനങ്ങൾ ശക്തമാക്കൽ, ശിശു സംരക്ഷണ മേഖലയിലെ വിവിധ പദ്ധതികൾ തുടങ്ങിയവയാണ് ലോകബാങ്കുമായി സഹകരിച്ചുള്ള 5 വർഷ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ആദ്യ വർഷം 562.5 കോടിയും, രണ്ടാം വർഷം 750 കോടിയും, മൂന്നാം വർഷം 750 കോടിയും, നാലാം വർഷം 750 കോടിയും, അഞ്ചാം വർഷം 187.75 കോടി രൂപയും ചെലവഴിക്കും. പദ്ധതിക്കായി വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ചർച്ചകൾക്കായി ആരോഗ്യവകുപ്പ് അധികൃതരുടെ യോഗം ഈ മാസം 15-ന് ചേരും. അന്തിമ അനുമതി ലഭിച്ചാൽ ഈ വർഷം അവസാനത്തോടെ പദ്ധതിക്ക് തുടക്കമായേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് ജമ്മുകശ്മീർ സ്വദേശി അമീർ ഹുസൈൻ ലോൺ. ഇരു കൈകളും നഷ്ടപ്പെട്ട അമീർ തോളിനും കഴുത്തിനുമിടയിൽ വെച്ച് ബാറ്റ് ചെയ്യുകയും കാലുകൊണ്ട് ബോൾ ചെയ്യുകയും ചെയ്യുന്ന വീഡിയോയാണ് വൈറലായത്. ജമ്മുകശ്മീർ പാരാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് അമീർ ഹുസൈൻ ലോൺ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4800 രൂപ, പവന് 38,400 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഇന്ന് നമ്മളുള്ളത് തിരുവനന്തപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുക്കോലക്കലിലാണ്. നമുക്കൊരു വലിയ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. നോ പറയുകയാണ് അവർ പ്ലാസ്റ്റിക്കിനോട്. അതും ഇങ്ങനെ ഒരു ഇൻസ്റ്റലേഷനിലൂടെ ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചേട്ടാ കത്തി
ഉപയോഗിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒരു വെല്ലുവിളി നമുക്കുണ്ട്. പ്ലാസ്റ്റിക് എന്ത് ചെയ്യാം? മേളിൽ ടെറസിൽ പോയിട്ട് അവർ കത്തിക്കും. കടയിലൊക്കെ പോകാൻ നേരത്തെ എപ്പോഴും തുണിസഞ്ചാരിക്ക് യൂസ് ചെയ്യണം. ഞാനൊരു പോയിന്റ് പറഞ്ഞു, കടയിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് വേറെ ആലോചിച്ച് വെക്കണം കേട്ടോ. കവർ വേണോ? പിന്നെ വേണം എന്ന് നമ്മൾ പറയും. അത് കൊണ്ടുവന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം നമുക്ക് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ഒക്കെ ആവും. അങ്ങനെ ചെറിയ രീതിയിലുള്ള അയൽ തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. പാഠം 4 ഇന്ന് രാത്രി 8:30. ഈ പരിപാടി